നാടും നമ്മുടെ നാട്ടുകാരും എല്ലാം കൂടെ ഇതിൽ പുനരെടുത്ത് ജീവിച്ച് വരികയാണല്ലോ. ഇത് 100 കോടി ക്ലബിൽ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഡ്രഗ് യൂസേജ് ഓപ്പറേഷൻ തൂഫാനെന്ന് വന്നിരിക്കുകയാണ്. നല്ലൊരു നമ്മുടെ 80s 90s പിള്ളേരെല്ലാം സ്പോർട്സ് ഉണ്ടായിരുന്നു. 2000 ജെൻസിബിലെ വരുമ്പോൾ സ്പോർട്സ് വന്നിരിക്കുകയാണ്. നമുക്ക് ഡ്രഗ് യൂസേജ് കൂടി ചെയ്യുന്നില്ല. അപ്പോൾ സ്പോർട്സിൽ കൂടെ ഡ്രഗ്സ് ഓർക്കം ചെയ്യുന്നത് അതൊരു മെസ്സേജാണ്. എന്നാൽ ഒപ്പം എൻ്റർടൈനറാണ്, ലാഗൊന്നുമില്ല. കുറച്ച് എഡിറ്റ് ചെയ്യാൻ ഇവരുടെ ലിമിറ്റേഷൻ ഒരു മാക്സിമം കണക്കിടുന്നുണ്ട്. ആക്ടേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ആക്ടേഴ്സ് ഉണ്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കൈലാഷ് ഉണ്ട്, പിന്നെ മെയിൻ നായകൻ ചെയ്താണ് വന്നിട്ടുണ്ട്. നല്ല ഫിലിമാണ്. കഥേൻ്റെ പേരിൽ തീർച്ചയായിട്ടും മാറ്റം വരണം, വരും. കാരണം അത്രയും എന്താ പറയുക എഫക്റ്റീവാണ് അതിൻ്റെ സ്കോർ. എനിക്കൊരു ചെറിയ റോൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ പിള്ളേരെ കൂട്ടി തിയേറ്ററിലൊന്ന് കാണേണ്ട സിനിമ അങ്ങനത്തെ കാലത്ത് സിറ്റുവേഷൻ. ഫാമിലികൾക്കൊക്കെ എല്ലാവരും പാടെ വന്നിട്ട് കാണാൻ പറ്റിയൊരു അടിപൊളി സിനിമയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു സിനിമയാണിത്. ഫുട്ബോൾ ഇഷ്ടമാണോ? ഫിഫ കാണാറുണ്ടോ? ഏതാ ടീം? പോർച്ചുഗൽ. ഈ സിനിമയിൽ പാട്ടൊക്കെ പറയുന്നുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ? തുപ്പ കത്തി കയ്യിലേന്തി കാലുപെട്ട് കൂട്ടരെ മുത്തുപെരിയ മുന്നിലുണ്ട്, പിന്നെ നിൽക്കു ടീമരെ സ്ക്രീന് വിട്ട് സീന് കാണും മയിലാടും നാടക നേട്ടുകാണും നടക്കും നല്ല കുട്ടിക്കൂട്ടമാണ്. പാട നാടം വെച്ച് തെളിച്ചു കിളച്ചു മറിക്കാടാ മനസ്സ് തോളോട് തോളായി ബഹുസ്വരമൊരു സ്വരമാ. ആഹാ പടിയിട്ടേ വെണ്ണിൻ മടിയിൽ മണ്ണിൻ മടിയിൽ കളിമൈതാനം. എല്ലാവർക്കും നല്ല അഭിപ്രായം. എല്ലാവരും ഇമോഷണലി ഭയങ്കര കണക്റ്റായെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഭയങ്കര സങ്കടം വന്നെന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്. പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞത് കാര്യത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാവരും 1-ാം തീയതി കണ്ടത് പ്രഷറായി നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ മെസ്സേജുകളും കമൻറ്റുകളും ചെറിയൊരു സിനിമയാണ്. അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. പക്ഷേ എല്ലാവർക്കും അവസാനമായപ്പോൾ എല്ലാവരും ഇമോഷൻ കണക്റ്റായത് പറഞ്ഞു വിട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ശൈലേഷേട്ടൻ്റെ പെർഫോമൻസാണ്. കാരണം നീലത്താമരയ്ക്ക് ശേഷം നല്ലൊരു അഭിനയം പ്രാധാന്യമുള്ളൊരു സിനിമ കൂടിയാണ്. കാരണം അദ്ദേഹത്തെ നല്ല രീതിയിലൊരു ടാലൻ്റുള്ള ആക്ടറാണ്. അമ്മയിലൊക്കെ നല്ലൊരു പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്കും ഒരു നല്ലൊരു ഈ സിനിമ കാണുന്നവർ ഇനി മയക്കുമരുന്ന്, കഞ്ചാവ് ഇത് ഉപയോഗിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ പോലും ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിച്ച് ഇവിടെ ആത്മഹത്യ എവിടെ ആ ഗ്രൗണ്ട് ഇല്ല. അവർ ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് വേണം. അവിടെ എല്ലാം കയറി കാർ പാർക്കിംഗ് ആക്കിയേക്കുക. അപ്പം അതുകൊണ്ട് ഗ്രൗണ്ട് വേണം. കാരണം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പടം നമ്മൾ വെറുതെ പൊക്കി പറയണല്ലോ. കാരണം നമുക്ക് നമ്മുടെ ഒരു വീട്ടിലൊരു അനിയനെത്തി ആ ഒരു ഫീല് പടത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആറാട്ടണ്ണൻ സിനിമ ആറാട്ടണ്ണൻ ലാസ്റ്റ് വരെ കണ്ട പടം ഈ പടമാണ് അണ്ണൻ ലാസ്റ്റ് വരെ കണ്ട് പടം. ഇനി മുതൽ ഈ സിനിമ ഒരാൾ പോലെ കഞ്ചാവ് ലഹരി ഉപയോഗിക്കില്ല. കാരണം അതുപോലത്തെ ഒരു സിനിമയാണ് ജുനൈദ് എന്ന് പറഞ്ഞ സാറ് ചെയ്തു വെച്ചിരിക്കുക. കാരണം ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം പറയാം, ഇതുപോലത്തെ സിനിമകൾ നിങ്ങൾ കാണും. കാരണം നിങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാഠപുസ്തകം തുറന്നു കഴിഞ്ഞാൽ ലഹരി, ഇത് തുറന്നു കഴിഞ്ഞാൽ ലഹരി, ഫുട്ബോളുകളിൽ ലഹരി. ഈ ലഹരി നിർത്തും അതുപോലത്തെ ഒരു സിനിമയാണ്. കാരണം ഇന്ന് കാണുന്ന കോളേജ് സ്കൂൾ കാലങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും വെട്ടി തുറന്ന് കാണിച്ചിരിക്കുന്ന നല്ലൊരു ചിത്രമാണ്. കൈലാഷേട്ടൻ, ഉണ്ണിച്ചേട്ടൻ എന്നൊരു ഗസ്റ്റ് അപ്പിൽ നല്ലൊരു മൂവി. ജുനൈദ് സാറിന് ഒരു ബിഗ് സല്യൂട്ട് തരുന്നു. ഓണത്തിന് എല്ലാവിധ ആശംസകളും. സിനിമ തിയേറ്ററിൽ കത്തും.